ഹലോ ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ ഈ വീക്കിൻ്റെ സ്റ്റാർട്ടാണ്. കഴിഞ്ഞ വീക്കിൽ നമുക്ക് നല്ല രീതിയിൽ ട്രേഡ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലത്തെ ഒരു വീക്കെൻഡ് ആയിരിക്കണം ഈ ഒരു വീക്ക് നമുക്ക്. ഓക്കെ, ഇതിന് പ്രോഫിറ്റ് ഇല്ലാന്നുണ്ടെങ്കിലും ലോസിലോട്ട് പോകാണ്ട് നമ്മുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് നിൽക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ന് മൺഡേ ആണ്. അപ്പോൾ മാർക്കറ്റ് ഞാൻ നോക്കുന്ന ടൈമിൽ ഒന്ന് മൂവ് ആയി തുടങ്ങുന്നേ ഉള്ളൂ. ഓക്കെ, ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസിനൊക്കെ വെയിറ്റ് ചെയ്യണം. മാർക്കറ്റ് ഒന്ന് ലണ്ടൻ സെക്ഷനൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് റൺ ആയി കഴിഞ്ഞാലേ നമുക്ക് കുറച്ച് നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുള്ളൂ. ഓക്കെ, എന്നിരുന്നാലും നമുക്ക് മാർക്കറ്റിന്റെ കൂടെ ട്രാവൽ ചെയ്യുന്നു എപ്പോഴും പറയുന്ന പോലെ മാപ്പ് ചെയ്ത് പോകാം. ഓക്കെ, നമ്മൾ പ്ലേ ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ നോക്കി ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. ഇനി ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലണ്ടൻ മാർക്കറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് മാർക്കറ്റിൽ അപ്പോൾ എന്താണോ മാർക്കറ്റ് കണ്ടീഷൻ അത് ബേസ് ചെയ്തിട്ട് ട്രേഡ്സ് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ഡേയിലൊക്കെ നമ്മൾ ഗോൾഡിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബൈയിങ് മൊമെന്റം തന്നെ ആയിരുന്നു അല്ലേ. ഇവിടെ നിന്നൊക്കെ നമുക്ക് ബൈയിങ് എൻട്രി കിട്ടിയിട്ടുണ്ട്, പ്രോപ്പർ ആയിട്ട് എടുത്തിട്ടുണ്ട്, കുറെ ഫണ്ട് അക്കൗണ്ട്സുകൾ പാസ് ആയിട്ടുണ്ട്, പ്രോഫിറ്റ്സുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇന്നലെ ലാസ്റ്റ് നമ്മൾ നിർത്തിയത് ഇവിടെ ആയിരുന്നു അല്ലെ. ഫ്രൈഡേ മാർക്കറ്റ് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു ഇവിടെ ആയിരുന്നു. ഈ ഒരു ഏരിയ ഇതൊരു ഹൈ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് കൺഫേം ആയിട്ടുണ്ട്. 3 ക്യാൻഡിൽ കൺഫർമേഷൻ വന്ന് ഹൈ കൺഫേം ആയിട്ടുണ്ട്. ദെൻ ഈ ഒരു ഹൈനെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ബോഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നിട്ടുണ്ട് മാർക്കറ്റിൽ. ഇതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആകുമ്പോൾ ഈ ഒരു എൻഡ് ആയിരിക്കും ഇതിന്റെ ലോ അല്ലെ. ഈ ഒരു ലോ നമുക്ക് ഇവിടെ കൺഫേം ആയി അല്ലെ, ഒരു എൻഡ് കിട്ടി. മാർക്കറ്റിൽ ഇവിടെ ഒന്നും ഒരു ഹൈ കൺഫേം ആവാണ്ട് ഇവിടെ വന്നിട്ടാണ് ഒരു ഹൈ എന്ത് ചെയ്തത്, കൺഫേം ആയത് അല്ലെ. ഒരു 3 ക്യാൻഡിൽ കൺഫർമേഷൻ വന്ന് നമ്മൾ ഹൈ കിട്ടി. അപ്പൊ നമ്മൾ പ്ലേ ഗ്രൗണ്ടിന്റെ രണ്ട് എൻഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. സ്വിംഗ് ലോയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇന്നത്തെ പ്ലേ ഗ്രൗണ്ട് അല്ലെങ്കിൽ നമ്മൾ ട്രേഡിംഗ് റേഞ്ച് ഇക്വിലിബ്രിയം എന്നൊക്കെ പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ജസ്റ്റ് 4 അവർ ജസ്റ്റ് നോക്കാം. 4 അവർ നോക്കുന്ന ടൈമിൽ നല്ലൊരു ഏരിയ ആണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത് അല്ലെ. ഓൾറെഡി അപ് ട്രെൻഡിലാണ്, പക്ഷെ നല്ലൊരു റേഞ്ചിലാണ് ഗോൾഡ് വന്നിട്ടുള്ളത്. ഇപ്പൊ ഗോൾഡിന്റെ റേറ്റ് ഒക്കെ നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ റേറ്റ് കൂടിയിട്ടുണ്ടാകും അല്ലെ. നല്ലൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നിട്ടുണ്ട്, നല്ലൊരു എക്സ്പാൻഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മേ ബി ഇവിടുന്ന് ഒരു പുൾ ബാക്ക് ഉണ്ടാകും. 4 അവറിൽ ഇതുപോലൊക്കെ തന്ന പോലെ ഒരു കറക്ഷൻ മൂവ്മെന്റ് ഉണ്ടാവാൻ എന്തുണ്ട്, ചാൻസസ് ഉണ്ട്. ഒരു പുൾ ബാക്ക് കിട്ടാൻ എന്തുണ്ട്, ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ പുൾ ബാക്ക് കിട്ടും എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഒരു ബൈയിങ് ട്രെൻഡ് ആണ്, അപ് ട്രെൻഡ് ആണ്. നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, നോക്കാം, ഒരു സെൽ എൻട്രി നോക്കാം. ലോവർ ടൈം ഫ്രെയിമിൽ ഇട്ടിട്ട് റിസ്ക് കുറച്ചുകൂടി നോക്കാം. പക്ഷെ ഇപ്പൊ ഞാൻ ഇവിടെ ലോവർ ടൈം ഫ്രെയിമിൽ ഇടുന്ന ടൈമിലൊന്നും ഇവിടെ ഒന്നും പ്രോപ്പർ സ്ട്രക്ചേഴ്സ് ഇല്ല. 1 മിനിറ്റിലാണെങ്കിൽ കൂടെ ഇവിടെ ഈ ഒരു ഏരിയ ഒക്കെ ബ്രേക്ക് ആവും. ഈ ഒരു ഏരിയ ബ്രേക്ക് ആവുമെന്ന് പറയുമ്പോൾ മാർക്കറ്റ് എവിടേക്ക് എത്തും, നമ്മളെ ഡിസ്കൗണ്ടിലോട്ട് എത്തും. ഓക്കെ, അപ്പോൾ നോക്കാം, ലോവർ ടൈം ഫ്രെയിമിലൊക്കെ നമുക്ക് നല്ലൊരു സെല്ലിംഗ് ട്രെൻഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഇവിടുന്ന് പുൾ ബാക്ക് എൻട്രി ആയിട്ട് കൗണ്ടർ എൻട്രി ആയിട്ട് സെല്ല് നോക്കാം. അത് റിസ്കിയാണ്. നമ്മളെ മെയിൻ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്നുള്ള ബൈ ആണ്. മാർക്കറ്റ് പുൾ ബാക്ക് വരും, ഡിസ്കൗണ്ടിൽ എത്തും. ഡിസ്കൗണ്ടിൽ എത്തിയിട്ട് എന്ത് ചെയ്യും, മാർക്കറ്റ് വീണ്ടും ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എക്സ്പാൻഡ് ചെയ്യും അല്ലെ. നമ്മൾ ഡിസ്കൗണ്ട് എന്നുള്ള ബൈ എൻട്രി ആണ് കൂടുതൽ ഇന്ന് എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ഇത് വൈഡ് ഏരിയ ആയതുകൊണ്ട് മേ ബി എന്ത് ചെയ്യാം, ഇങ്ങോട്ട് എത്തുന്നതിന്റെ മുന്നേ തന്നെ കയറി പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കുന്ന ടൈമില് നമുക്ക് ഒരു കൺഫ്യൂസർ ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ആണ്. അത് മാർക്കറ്റിൽ ഡിസ്കൗണ്ടും പ്രീമിയത്തിന്റെയും സെൻട്രൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുന്ന ടൈമിൽ ഇവിടെ ഒന്നും ലിക്വിഡിറ്റീസ് ഇല്ല മാർക്കറ്റിൽ. മാർക്കറ്റിന് ഇവിടുന്ന് അപ്സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഓർഡേഴ്സുകൾ വേണം. ഇതൊന്നും ഇവിടെ ഇല്ല അല്ലെ, ഒറ്റ സിംഗിൾ മൂവ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ ആവശ്യത്തിനുള്ള ലിക്വിഡിറ്റീസ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടൊക്കെ ഇങ്ങനെ മാർക്കറ്റിൽ ലിക്വിഡിറ്റീസ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി സ്വീപ്പ് ചെയ്തിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്യാം, എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇനഫ് ലിക്വിഡിറ്റീസ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, ഇനി ഇവിടെ ഒന്നും ലിക്വിഡിറ്റീസ് കാര്യങ്ങളില്ല, മാർക്കറ്റ് ഇങ്ങനെ ഒരു സിംഗിൾ ഡയറക്ഷൻ മൂവ്മെന്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ താഴത്തു നിന്നുള്ള ഈ ഒരു ഏരിയ നമുക്ക് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാം. ഇവിടെ നിന്നുള്ള ബൈ സൈഡ് നോക്കാം. കാരണം ഇവിടെ നിന്നൊക്കെ അത്യാവശ്യത്തിന് ഓർഡേഴ്സ് കിട്ടാനുണ്ടാവും. ഇവിടെ കുറച്ച് ഓർഡേഴ്സുകൾ പെൻഡിങ് ആയിട്ടുണ്ടാവും. അതൊക്കെ എടുത്തിട്ട് ഈ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് നോക്കാം. ഈ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഡയറക്റ്റ് പോയിട്ട് കയറണ്ട. കാരണം ഞാനത് ലോവർ ടൈം ഫ്രെയിമിലോട്ട് ഇട്ട് നോക്കുന്ന ടൈമിൽ ആ ഒരു ഏരിയനെ പ്രിസൈസ് ചെയ്യുന്ന ടൈമിൽ, ഒരു മിനിറ്റ്, ഈ ഒരു ഏരിയനെ പ്രിസൈസ് ചെയ്യുന്ന ടൈമിൽ 1 മിനിറ്റിലൊക്കെ എന്തുണ്ട്, നെറ്റ്വർക്കിന്റെ എന്തോ പ്രശ്നമുണ്ട്. ഓക്കെ 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 1 മിനിറ്റിലോട്ടൊക്കെ ഇട്ട് നോക്കുന്ന ടൈമിൽ ഇവിടൊക്കെ ലിക്വിഡിറ്റീസ് ആണ്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് താഴത്ത് നമ്മൾ നോക്കുന്നുള്ളൂ. താഴത്ത് നോക്കുന്ന ടൈമിൽ ഇവിടെയും എന്തുണ്ട്,
ഒരു ലിക്വിഡിറ്റീസ് അല്ലെ, ഒരു കൺജസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഈക്വൽ ലോ ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയാസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഈ താഴത്തുള്ള ഈ ഒരു പോയിന്റ് ആണ് ഞാൻ ഒന്നും കൂടെ സേഫ് ആക്കിയിട്ട് എന്ത് ചെയ്യുന്നത് കാണുന്നത്. ഓക്കെ, ഞാൻ ഡയറക്റ്റ് എൻട്രി നോക്കുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നാണ്. മാർക്കറ്റിൽ ഈ ഒരു ബ്ലൂ ലൈന് വരച്ച ഈ ഒരു ഏരിയയിൽ നിന്നാണ് പ്രൈസ് വരുന്നത് 44.8909. ഡയറക്റ്റ് എൻട്രി ഇവിടുന്നാണ് നോക്കുന്നത്. ഞാൻ അതിന്റെ മുന്നേ ഇവിടുന്ന് എവിടുന്നെങ്കിലും മാർക്കറ്റ് റിയാക്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോ റിസ്ക് എൻട്രിയോ അല്ലെങ്കിൽ മീഡിയം റിസ്ക് എൻട്രിയോ നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് നോക്കും. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് നല്ലൊരു ഏരിയ ആണ്. പക്ഷെ ഇത്രയും വലിയൊരു ഏരിയ ഉണ്ടായതുകൊണ്ട് ഗോൾഡ് ആണ് ചിലപ്പോൾ ഇങ്ങോട്ട് വരാൻ ചാൻസസ് ഇല്ല. ഓക്കെ, കാരണം ഇവിടുന്ന് തന്നെ ലിക്വിഡിറ്റീസ് ഒക്കെ കിട്ടി മാർക്കറ്റിൽ പോകാനുള്ള മുകളിലോട്ട് ഫ്ലൈ ചെയ്യാനുള്ള ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഫണ്ട് ഓർഡേഴ്സ് ഇവിടുന്ന് കിട്ടി കഴിഞ്ഞാൽ മേ ബി ഇവിടുന്ന് തന്നെ എന്ത് ചെയ്യാൻ പോകാം. അപ്പൊ ഇവിടെ നിങ്ങൾ അലേർട്ട് ആയിട്ടിരിക്കുക, മാർക്കറ്റിന്റെ ബിഹേവിയർ എന്താന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി, അവിടെ ട്രേഡ്സ് കാര്യങ്ങൾ നോക്കിയാൽ മതി. ഈ രണ്ട് ഏരിയാസ് ആണ് നമ്മൾ ഇന്ന് കൺസിഡർ ചെയ്യുന്നത്. ബയ്യിങ് മൊമെന്റം തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അവിടെ ഒരു കറക്ഷൻ വരികയാണ്, പുൾ ബാക്ക് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെല്ല് പിടിച്ച് റിസ്ക് കുറച്ച് കുറച്ച് എന്ത് ചെയ്യാം, സെല്ല് പിടിച്ച് വരാം. കാരണം ഫോർഎവറിൽ എന്തായാലും ഒരു പുൾ ബാക്ക് എൻട്രി ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് നോക്കാം, അത് റിസ്കി ആണ്. ഓക്കെ, ഇതാണ് ഗോൾഡിന്റെ നമ്മൾ ഇന്നത്തെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ GBP USD അല്ലെ, GBP USD നോക്കുന്ന ടൈമിൽ, ഓക്കെ, ഇപ്പൊ അതിന് മുന്നേ ഗോൾഡിൽ നോക്കുന്ന ടൈമിൽ ഏഷ്യൻ റേഞ്ച് അല്ലെ, ഏഷ്യൻ ലിക്വിഡിറ്റി എവിടെയാന്നുള്ളത് നോക്കാം. ഏഷ്യൻ ലിക്വിഡിറ്റി ഇവിടെയാണ് അല്ലെ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഏഷ്യന്റെ ഉള്ളിൽ നിന്നാണ് ഈ ഒരു പോയിന്റ് പോകുന്നത്. ഇവിടെ ആകുമ്പോൾ ഏഷ്യന്റെ ലോ എന്ന് പറഞ്ഞ ലിക്വിഡിറ്റിയും കൂടെ സ്വീപ്പ് ചെയ്തിട്ട് ഈ ഒരു താഴത്തെ ഏരിയ. അപ്പൊ എപ്പോഴും ബെസ്റ്റ് ഏരിയ ഇത് തന്നെയാണ്. പക്ഷെ ഇവിടുന്ന് മാർക്കറ്റ് പോവുകയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണ്ട, പിന്നെ ഇങ്ങോട്ട് വരില്ല മാർക്കറ്റ്. അപ്പൊ ഇതിന്റെ കണ്ടിന്യൂഷൻ പിടിച്ചിട്ട് എന്ത് ചെയ്യാം, ആ ബൈന്റെ കൂടെ നമുക്ക് ഇവിടുന്ന് പോകാൻ അത്യാവശ്യത്തിന് ഏരിയ ഉണ്ട്. ഇങ്ങോട്ട് താഴത്തോട്ട് വരാൻ ഏകദേശം 7000+ അല്ലെങ്കിൽ 8000 പിപ്സോളം ഉണ്ട്, ടിക്സോളം ഉണ്ട്. ഇങ്ങോട്ട് വരാൻ ചാൻസസ് കുറവാണ്. 800 പിപ്സ് തന്നെ ഉണ്ട് അവിടെ. ഓക്കെ, അപ്പൊ അത് വലിയ മൂവ്മെന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു 50-50 ചാൻസിൽ നിൽക്കുന്നത്. എന്തായാലും മാർക്കറ്റ് ഒന്ന് റൺ ആവട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് പോവാന്നുള്ളത്. ദെൻ GBP USD നോക്കുന്ന ടൈമിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചതായിരുന്നു, മാർക്കറ്റിൽ ഡൗൺ സൈഡ് മൂവ്മെന്റ് ആണ്. നമ്മൾ ലേറ്റസ്റ്റ് ഉണ്ടാക്കിയ ലോവർ ലോ ഇതാണ്, അതിന്റെ ലോവർ ഹൈ ആയിട്ട് ഈ ഒരു പോയിന്റ് ആണ് നമ്മൾ എടുക്കുക. നമ്മുടെ പ്ലേ ഗ്രൗണ്ട് ഇതാണ് അല്ലെ. പക്ഷെ നമ്മുടെ പ്ലേ ഗ്രൗണ്ട് ഭയങ്കര ചെറുതാണ്, ലിക്വിഡിറ്റീസ് ഇല്ലാത്തതുകൊണ്ട് മേ ബി എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ഇത് മൊത്തത്തിൽ സ്വീപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ഓൾറെഡി ഇവിടുന്ന് ഒരു സെല്ല് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പൊ ഇവിടുന്ന് ഒരിക്കലും ഒരു ഡയറക്റ്റ് എൻട്രി കയറണം, കാരണം ഇവിടൊക്കെ ലിക്വിഡിറ്റീസ് റെസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. മേ ബി ഇതെല്ലാം സ്വീപ്പ് ചെയ്ത് ഇവിടുന്ന് എല്ലാ ഓർഡേഴ്സും കൂടെ എടുത്തിട്ടായിരിക്കും മേ ബി എന്ത് ചെയ്യുക, താഴത്തോട്ട് ഇറങ്ങുന്നുണ്ടാകാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളൊന്ന് വിജിലന്റ് ആയിട്ട് നിൽക്കുക. ഒരു പ്രോപ്പർ ഓപ്പർച്യൂണിറ്റി ഇപ്പൊ നമുക്കില്ല, മാർക്കറ്റിന്റെ ബിഹേവിയർ നോക്കിയിട്ട് മാത്രം ചെയ്യാം. 4 അവർ ഒക്കെ നോക്കുന്ന ടൈമിൽ ഓൾറെഡി എന്തിലാണ്, 4 അവർ നോക്കുന്ന ടൈമിൽ ഡൗൺ ലൈൻ ആണ്. അപ്പൊ നമ്മളൊരു മെയിൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, ഡൗൺ സൈഡ് ആണ്. പക്ഷെ മേ ബി ചിലപ്പോൾ ഇവിടുന്ന് ഒരു പുൾ ബാക്ക് ഉണ്ടാവും. പുൾ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിക്വിഡിറ്റീസ് ഒക്കെ ക്ലിയർ ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക, മാർക്കറ്റ് ഇറങ്ങുന്നുണ്ടാവുക. ഓക്കെ, 4 അവറിന്റെ ഈ ഒരു RB ഒക്കെ കണ്ടില്ലേ, ഈ ഒരു RB അല്ലെങ്കിൽ ഈ ഒരു OB, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോണ്ടു. ഓക്കെ, മേ ബി ഇങ്ങോട്ടൊക്കെ വന്നിട്ടായിരിക്കും, ഈ RB എന്നൊക്കെ ആയിരിക്കും ഇന്ന് മിക്കവാറും മാർക്കറ്റ് എന്ത് ചെയ്യുക, ഇറങ്ങുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ ഒരു RB നമുക്ക് എന്ത് ചെയ്യാം, ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആക്കിയിട്ട് നോക്കാം. നമ്മുടെ പ്ലേ ഗ്രൗണ്ട് 4 അവറിന്റെ പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇതാണ്. ഓക്കെ, അപ്പൊ ശരിക്കും മാർക്കറ്റ് ഒന്ന് ഇങ്ങോട്ട് വരണം. ഓക്കെ, നോക്കാം നമുക്ക് എന്താ ആവാന്നുള്ള. അപ്പൊ 4 അവറിന്റെ ഒരു RB ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രേഡ്സ് കാര്യങ്ങൾ നോക്കാം. 15 മിനിറ്റ്സിനെ ട്രസ്റ്റ് ചെയ്യേണ്ട, ലോ ഏരിയ ആണ്, വീക്ക് ആയിട്ടുള്ള ഏരിയാസ് ആണ്, നിൽക്കാൻ ചാൻസ് ഇല്ല. ഈ ഒരു ഏരിയ നമുക്ക് എന്ത് ചെയ്യാം, 4 അവറിന്റെ ഈ ഒരു RB ഫോക്കസ് ചെയ്യാം. ഓക്കെ, 4 അവർ RB ഡയറക്റ്റ് കയറണ്ട, കൺഫർമേഷൻ നോക്കിയിട്ട് കയറുക. കാരണം ഇവിടെ ഇത്രയും ലിക്വിഡിറ്റീസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇവിടുന്ന് എന്ത് ചെയ്യേണ്ട, കയറേണ്ട. ഇതെല്ലാം കൂടെ വൈപ്പ് ഔട്ട് ആക്കിയിട്ട് എന്ത് ചെയ്യാം, മാർക്കറ്റ് ഇങ്ങോട്ട് താഴത്തോട്ട് തന്നെ എന്ത് ചെയ്യാം, ഇറങ്ങാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഇത് നോക്കിയാൽ മതി GBP USD. ഓക്കെ, ഏരിയ പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ്. മാപ്പ് ചെയ്തിട്ട് കിട്ടിയ ഏരിയ ഇതാണ്, ലോവർ ലോ, അതിന്റെ ലോവർ ഹൈ ഇത്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്ലേ ഗ്രൗണ്ട്. പക്ഷെ ഇവിടെ പ്രോപ്പർ ഏരിയ അല്ലാത്തതുകൊണ്ട്, വീക്ക് ഏരിയ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന്റെ മേലെ ലിക്വിഡിറ്റീസ് ഈക്വൽ ഹൈ ആയിട്ട് ഇവിടെ ഇങ്ങനെ ലിക്വിഡിറ്റീസ് റെസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ ഇതെല്ലാം സ്വീപ്പ് ചെയ്തിട്ട് ഓർഡേഴ്സുകൾ എടുത്തിട്ട് ഇവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്യാം, ഇറങ്ങാം. അതാണ് നമ്മളെ ഇന്നത്തെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ നോക്കാം നമുക്ക് എന്ത് EUR USD എന്താണ് മാർക്കറ്റിൽ എന്നുള്ളത്. ഓക്കെ, EUR USD നമ്മൾ ഓൾറെഡി ഡൗൺ സൈഡ് മൂവ്മെന്റ് ആയിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, എക്സ്പെക്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മാർക്കറ്റ് വരികയാണ്. ലേറ്റസ്റ്റ് ഉണ്ടാക്കിയ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ആണ്. ഓക്കെ, ദെൻ ഇതാണ് ഒരു ലോ കൺഫേം ആയ ലോ അല്ലെ. 3 ക്യാൻഡിൽ കൺഫർമേഷൻസ് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ലോ ഇവിടെയാണ് കൺഫേം ആയത് അല്ലെ. ഇതിനെ ഇവിടെ ക്രോസ് ചെയ്തു, ഇതിനെ ഇവിടെ ക്രോസ് ചെയ്തു. സോ ഈ ഒരു ലോ കൺഫേം ആണ്. ഈ ലോ കൺഫേം ആയ സ്ഥിതിക്ക് എന്താണ്, ഈ ഒരു ഹൈ ലേറ്റസ്റ്റ് ഉണ്ടാക്കിയ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന്റെ മേലെ ഉണ്ടാക്കിയിട്ടുള്ള ഹൈ പോയിന്റ് അല്ലെ, ഏറ്റവും ഹൈ പോയിന്റ്, അതാണ് നമ്മളെ ലോവർ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമ്മുടെ പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതായിരുന്നു അല്ലെ. ഈ ലോ കൺഫേം ആയി. ദെൻ ഈ ഒരു ഹൈനെ മാർക്കറ്റ് ഇവിടെ എന്ത് ചെയ്തു, ബോഡി ബ്രേക്ക് ചെയ്തു. സോ ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയി.
ഡൗൺ ട്രെൻഡ് എവിടേക്ക് തിരിഞ്ഞു? ഇവിടെ ഈ ഒരു ചേഞ്ച് വരുന്നു, ബോഡി ബ്രേക്ക് ആവുന്നതോട് കൂടിയിട്ട് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയി അപ്പിലോട്ട് തിരിഞ്ഞു. ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നത്, യൂറോ USD മാർക്കറ്റ് നിൽക്കുന്നത് അപ്സൈഡിലാണ്. ഓക്കെ, അപ്സൈഡിലാണ്. 4 അവർ ഒക്കെ നോക്കുന്ന ടൈമിൽ 4 അവറിന്റെ ട്രെൻഡ് ഒക്കെ എന്താണ്, ജസ്റ്റ് നമുക്കൊന്ന് വാച്ച് ചെയ്യാം. അങ്ങനെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ഏരിയ, തിരിയുന്ന ഏരിയാസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. 4 അവറിലെ മാർക്കറ്റ് എന്താണ്, ഡൗൺ സൈഡിലാണ് അല്ലെ, ഡൗൺ സൈഡിലാണ്. പക്ഷെ മാർക്കറ്റിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഒരു പുൾ ബാക്ക് പോകാം അല്ലെ. ഇപ്പൊ മാർക്കറ്റ് ഇവിടുന്ന് ഇങ്ങനെ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ തന്നു അല്ലെ, ഇവിടാണ് ലേറ്റസ്റ്റ് ഉണ്ടാക്കിയ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ എന്ത് ചെയ്തിട്ടുണ്ടാവുക, തന്നിട്ടുണ്ടാവുക അല്ലെ. ഇവിടുന്ന് മാർക്കറ്റ് ഒരു പുൾ ബാക്ക് പോയിട്ടായിരിക്കും മാർക്കറ്റ് എന്ത് ചെയ്യുക, താഴത്തോട്ട് വരിക അല്ലെ. അപ്പൊ പുൾ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 അവറിന്റെ പുൾ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 മിനിറ്റിൽ എന്തായിരിക്കും, ട്രെൻഡ് അപ്സൈഡിലോട്ടാവും അല്ലെ. അപ്പൊ നമ്മൾ ഇവിടുന്ന് നോക്കേണ്ടത് ഒരു അപ്സൈഡ് മൂവ്മെന്റ് ആണ്, ട്രേഡ് നമ്മളൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണ്. പക്ഷെ ബൈയിങ് ഓപ്പർച്യൂണിറ്റി നോക്കുന്ന ടൈമിൽ ഇവിടെ ഒന്നും എന്തില്ല, ലിക്വിഡിറ്റീസ് റെസ്റ്റിംഗ് ആയിട്ടില്ല, ഓർഡേഴ്സുകൾ ഇല്ല. ഓക്കെ, സോ ഇവിടെ മാർക്കറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിൽ എന്ത് ചെയ്യണം, മാർക്കറ്റ് ഒന്ന് മൂവ് ആയി ലിക്വിഡിറ്റീസ് കാര്യങ്ങളൊക്കെ ഫോം ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു പോയിന്റ് നിന്നൊക്കെ എന്ത് ചെയ്യാം, ഡിസ്കൗണ്ട് ഏരിയ എന്നൊക്കെ ഒരു ബൈ സൈഡ് എൻട്രി നോക്കാം അല്ലെ. ഇപ്പൊ കറന്റ് നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ആണ്. ഓക്കെ, ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഇത് ഏഷ്യന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ 2 പോയിന്റും ഏഷ്യന്റെ ഉള്ളിലാണ്, ഇവിടെ ഒരു പോയിന്റ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഗോൾഡിൽ പറഞ്ഞ പോലെ തന്നെ ലിക്വിഡിറ്റീസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, മാർക്കറ്റിൽ ഓർഡേഴ്സുകൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അത് ബേസ് ചെയ്തിട്ട് ട്രേഡ് നോക്കുക. ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ ഇവിടെ ഒന്നും ഓർഡേഴ്സ് ഇല്ല, ട്രാപ്പ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. എപ്പോഴും നമ്മളൊരു ട്രേഡ് എടുക്കുന്നതിന് മുന്നേ അവിടെ മാർക്കറ്റിന് നമ്മളെ ട്രേഡിൽ പോകാനുള്ള അല്ലെങ്കിൽ മാർക്കറ്റിന് മൂവ് ചെയ്യാനുള്ള ഓർഡേഴ്സുകൾ, അതായത് ലിക്വിഡിറ്റീസ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക, നോക്കാം. ഓക്കെ, എന്തായാലും GBP യൂറോ നമ്മൾ അപ്സൈഡ്ക്കാണ് എന്ത് ചെയ്യുന്നത്, യൂറോ USD അപ്സൈഡ്ക്കാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ മാർക്കറ്റ് ഒന്ന് ഓടണം. ഓക്കെ, മേ ബി ചിലപ്പോൾ ഇവിടെ ലോ ഹൈ കൺഫേം ആയി ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്ന് ഇവിടെ ലിക്വിഡിറ്റീസ് ക്രിയേറ്റ് ചെയ്ത് ആ സ്ട്രക്ചറിന്റെ ഡിസ്കൗണ്ട് എടുത്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അത് നമുക്ക് വെയിറ്റ് ചെയ്യണം, മാർക്കറ്റ് എങ്ങനെയാ പോകുന്നുള്ളത് നോക്കുക. നമ്മൾ മാർക്കറ്റിന്റെ കൂടെ ട്രാവൽ ചെയ്ത് പോയാൽ മതി, ലിക്വിഡിറ്റീസും കാര്യങ്ങളും മാർക്കറ്റിന്റെ ട്രെൻഡും ഐഡന്റിഫൈ ചെയ്ത് പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, റിസൾട്ട് ഉണ്ടാക്കി പോരാ. നമ്മൾ ബ്ലൈൻഡിലായിട്ട് പോയിട്ട് ഇപ്പൊ ഇവിടെ കണ്ടോ, ഈ ഒരു ഏരിയ കിട്ടി, ഒരു ഏരിയ കിട്ടി, ഇവിടുന്ന് ബൈ ചെയ്യാം അല്ലെങ്കിൽ ഇവിടുന്ന് ബൈ ചെയ്യാം, ബ്ലൈൻഡ്ലി പോയിട്ട് കയറുമ്പോൾ എന്താവും, നമ്മൾ ട്രാപ്പ് ആകും. ഓക്കെ, പ്രോപ്പർ കൺഫർമേഷൻസ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഒരു ട്രേഡിലോട്ട് എൻ്റർ ആവുക, ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റർ ആവാതിരിക്കുക. ഓക്കെ, ആവശ്യമില്ലാണ്ട് അൺവാണ്ടഡ് ട്രേഡ്സ് മാക്സിമം ഒഴിവാക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ 3 ട്രേഡിംഗ് പ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, യൂറോ USD, ദെൻ GBP USD, ദെൻ XAUSD. ഓക്കെ, 3 ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ 3 മാർക്കറ്റ് ഒന്ന് റൺ ആയി കഴിഞ്ഞാലേ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താണ് മാർക്കറ്റ് എന്നുള്ളത്. ഓക്കെ, ഇനിവേ നമുക്ക് നോക്കാം പ്ലാൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെ വർക്കൗട്ട് ആവുന്നുള്ളത്. ഇനി ഈ പ്ലാൻ വർക്ക് ആവാതെ പുതിയ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ട്രേഡ്സ് പ്ലാൻ ചെയ്യണം. അല്ലാണ്ട് ഞാൻ പ്ലാൻ ചെയ്തത് മാത്രം നോക്കിയിട്ട് എന്ത് ചെയ്യേണ്ട ഇരിക്കണ്ട. കാരണം മാർക്കറ്റ് മൂവ് ആകുമ്പോൾ ഞാൻ എന്റെ പ്ലാൻസും മാറ്റും, പുതിയ സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ പിന്നെ അത് ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ട്രേഡ്സ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടാവുക. അപ്പൊ നിങ്ങളും അതുപോലെ മാർക്കറ്റിന്റെ കൂടെ ട്രാവൽ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസിന് വെയിറ്റ് ചെയ്യുക, നല്ല നല്ല ട്രേഡ്സുകൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീക്ക് ഒരു പ്രോഫിറ്റബിൾ വീക്ക് ആവട്ടെ എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാണ്, ആശംസിക്കുകയാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.